വിശദമായ വാർത്തകളിലേക്ക്. പരുന്തുംപാറ കയ്യേറ്റത്തിൽ അന്വേഷണം ഇഴയുന്നു. നിരോധനാജ്ഞ ഇനിയും നീട്ടുമോ എന്ന ആശങ്കയിലാണ് സാധാരണക്കാർ. മെയ് 2 വരെയാണ് നിരോധനാജ്ഞ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അന്വേഷണം പ്രഖ്യാപിച്ചതിന് പിന്നാലെ പീരുമേട് വില്ലേജിലെ രേഖകൾ പ്രത്യേക അന്വേഷണ സംഘം കൊണ്ടുപോയി. പരുന്തുംപാറയിൽ സർക്കാർ ഭൂമിയിൽ നടന്ന കയ്യേറ്റം, വ്യാജ പട്ടയം എന്നിവ കണ്ടെത്താൻ ജില്ലാ ഭരണകൂടം അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി പീരുമേട് വില്ലേജിലെ സർവേ നമ്പർ 534, മഞ്ചുമല വില്ലേജിലെ സർവേ നമ്പർ 441 എന്നിവിടങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുൾപ്പെടെ നിരോധനാജ്ഞ പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ പട്ടയമടക്കമുള്ള രേഖകളുടെ പരിശോധനകൾ എങ്ങും എത്താത്തതാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. അന്വേഷണ സംഘം രേഖകൾ പരിശോധിച്ച ശേഷം ആവശ്യപ്പെടുന്ന അനുസരിച്ചാണ് ഡിജിറ്റൽ സർവേകൾ ചെയ്യുന്നത്. എന്നാൽ ഇവ മെയ് മാസം 2 മുമ്പ് പൂർത്തിയാക്കാൻ സാധ്യതയില്ല. ഇതാണ് നിരോധനാജ്ഞ നീളുമോ എന്ന ആശങ്കയുയർത്തുന്നത്. അന്വേഷണം പ്രഖ്യാപിച്ചതിന് പിന്നാലെ പീരുമേട് വില്ലേജിലെ രേഖകൾ പ്രത്യേക അന്വേഷണ സംഘം പരിശോധനകൾക്കായി കൊണ്ടുപോയി. ഇതോടെ കരമെടുക്കൽ, പോക്കുവരവ് എന്നിവ തടസ്സപ്പെട്ടു. ഭൂമി സംബന്ധമായ സർട്ടിഫിക്കറ്റുകളും വില്ലേജ് ഓഫീസിൽ നിന്ന് കഴിഞ്ഞ 2 മാസമായി ലഭിക്കുന്നില്ല. പരുന്തുംപാറയിൽ ആരംഭിച്ചിരിക്കുന്ന നടപടിക്രമങ്ങളുടെ പേരിൽ പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുതെന്ന് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഇത് നടപ്പിലാക്കാനായിട്ടില്ല. അന്വേഷണ പുരോഗതി വിലയിരുത്താൻ പീരുമേട് താലൂക്ക് ഓഫീസിൽ ചേർന്ന യോഗത്തിലാണ് കളക്ടർ നിർദ്ദേശം നൽകിയിരുന്നത്. 10-15 സെന്റ് സ്ഥലങ്ങളടക്കുന്ന വീട് നിർമ്മാണം, ലൈഫ് ഭവന പദ്ധതിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കും തടസ്സമുണ്ടായിട്ടുണ്ട്. ഇടുക്കി വിഷൻ, കുമളി.